Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 5 Unit 3 Rebecca the Changemaker Solved Activities. ഇന്ന് 5ാം ക്ലാസ്സിലെ റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ഒരു പാഠഭാഗവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ ആദ്യം തന്നെ ആ ക്ലാസ്സുകളൊന്ന് കണ്ടുവരിക. അതിനുശേഷം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ? റീഡ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് അല്ലേ. അപ്പോൾ റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠഭാഗത്തിലുള്ള ചില സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? റബേക്ക ആസ്ക്ഡ് ഹർ ടീച്ചർ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എന്താ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? വൈ there had been so little rain that year. Why there had been so little rain that year. അങ്ങനെ രണ്ടാമത്തെ എന്താ? Trees are being cut down and നമ്മൾ എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുക? Used to make building അല്ലേ, used to make building. അടുത്ത ക്വസ്റ്റൻ എന്താ? The president asked his countryman. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ എന്ത് എഴുതുക? To plant trees outside the home. And fourth one എന്താ? We would like to thank Rebecca. എന്തിനാ നമ്മൾ റബേക്കയുടെ താങ്ക് പറയുന്നത്? അത് എന്താ നമ്മൾ കംപ്ലീറ്റ് എങ്ങനെ ചെയ്യാം? For helping us learn and make a change. ഇതിലുള്ള എല്ലാ പകുതി സെൻറ്റൻസും നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി അടുത്തത് എന്താണ്? ആക്ടിവിറ്റി 2. Given below are 2 scenes of Rebecca's farm. Look at the picture and prepare a description. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ കാണുന്നത് എന്താ? ബിഫോർ ദ ഡ്രോട്ട്. ഡ്രോട്ടിന് മുമ്പ്, വരൾച്ചയ്ക്ക് മുമ്പ് റബേക്കയുടെ ഫാമിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ച അല്ലേ. അതെന്തൊക്കെയാണെന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ റബേക്കാസ് ഫാം. ദർ ആർ കാറ്റിൽ, ഷീപ്പ്, ഡക്സ് ആൻഡ് ഹെൻസ് ഇൻ ദ ഫാം. ലാർജ് ബ്രൗൺ കൗസ് ആർ ഗ്രേസിംഗ് ഇൻ ദ ഫാം. ദർ ഈസ് എ ഹ്യൂജ് tree with ripe fruits. A happy brown squirrel is sitting on one of its branches. The lovely red flowers add beauty to the farm. അപ്പോൾ ഈ ഒരു ഫാം, ഈ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആക്ടിവിറ്റി എന്താ? വരൾച്ചയ്ക്ക് മുമ്പുണ്ടായിരുന്ന കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താ? ഡ്രോട്ടിന് ശേഷം, അതായത് വരൾച്ച. ഡ്രോട്ട് മീൻസ് വരൾച്ച അല്ലേ, വെള്ളമൊന്നുമില്ലാതെ നമ്മുടെ പ്രദേശങ്ങളൊക്കെ ആകെ എന്താ പറയുക, ഒരു വരണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ ആ ഒരു പിക്ചറിൽ അത് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ പിക്ചർ നോക്കിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ആഫ്റ്റർ ദ ഡ്രോട്ട് നമ്മളിവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എഴുതാൻ പറ്റുക? ആഫ്റ്റർ ദ ഡ്രോട്ട് ദ ബ്യൂട്ടിഫുൾ ഫാം ടേൺഡ് ഇൻ ടു എ വേസ്റ്റ് ലാൻഡ് അല്ലേ. നമുക്കറിയാം ഡ്രോട്ടിന് ശേഷം ആ ഒരു ബ്യൂട്ടിഫുൾ ആയ ഫാം എന്തായി മാറിയിട്ടുണ്ട്? ഒരു തരിശ് ഭൂമിയായിട്ട് മാറിയിട്ടുണ്ട്. ദ ഗ്രീൻ ഫീൽഡ്സ് ബിക്കെയിം ഡ്രൈ ആൻഡ് ക്രാക്ഡ്. അപ്പോൾ ആ ഒരു ഗ്രീൻ ആയിട്ടുള്ള ഫീൽഡൊക്കെ എന്തായി മാറിയിട്ടുണ്ട്? ഡ്രൈയും, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ വിണ്ട് കീറുക എന്നൊക്കെ പറയില്ലേ പാടങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. The animals were all gone and the barns became empty. അപ്പോൾ ആനിമൽസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ആനിമൽസിൻ്റെ ആ ഒരു ഷെഡ് അല്ലേ, ബാണൊക്കെ എന്തായിട്ടുണ്ട്? ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊന്നും ആരില്ല, ആനിമൽസ് ഇല്ല.
ട്രീസ് stood bare വിത്തൗട്ട് ലീവ്സ്. ട്രീസ് ആണെങ്കിൽ എന്താണ്, ഇലകളൊന്നും ഇല്ലാതെ, ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടാണുള്ളത്. ഇലകൾ മാത്രമല്ല, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലെ. ട്രീസ് stood bare വിത്തൗട്ട് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ദ ബിസി ഫാം became silent and empty. അപ്പോൾ ഫസ്റ്റ് നല്ല ബിസിയായി എല്ലാ ആനിമൽസിനോടൊക്കെ കൂടി നല്ല പച്ചപ്പായി കിടന്ന ഫാം ഇപ്പം എങ്ങനെയാണുള്ളത്? എംറ്റി, ഒന്നുമില്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട്, ആ ഒരു ബിസിയുമില്ല, ഒരു ഒച്ചപ്പാടുമില്ല, ഒന്നുമില്ലാത്ത രീതിയിലാണുള്ളത്. ദ ഡ്രോട്ട് ഹാഡ് ചേഞ്ച്ഡ് എവറിത്തിങ്, മേക്കിംഗ് ദ ഫാം അൺറെക്കഗ്നൈസിബിൾ. അപ്പോൾ ആ ഡ്രോട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആ ഒരു ഫാമിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി എഴുതാം. പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്താ? ആക്ടിവിറ്റി 3. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇവിടെ ഒരു ഫസ്റ്റ് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ്? ആ പിക്ചറിൽ ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദ റോഡ്. അതിലൊരാൾ എന്ത് ചെയ്യാണ്? ആ റോഡിലേക്ക് വേസ്റ്റ് ഡംപ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അടുത്തത് എന്താ? ദ ചിൽഡ്രൻ ആർ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ്. കുട്ടികൾ അവരുടെ കൈകൾ ചേർത്ത് കൊട്ടുകയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? Now you may look at the following pictures and write down what each of them is or are doing. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഈ പിക്ചർ നോക്കിയിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഈസ് ആണോ ആറാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടതുണ്ട് എവിടെയാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ആറ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം അല്ലേ. അപ്പം നമുക്കറിയാം സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലേ, അതിന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈസ് നമ്മൾ യൂസ് ചെയ്യുക. ഒന്നിലധികം ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആറ് യൂസ് ചെയ്യുക. ഇവിടെ തന്നെ ഈ ഫസ്റ്റുള്ള രണ്ട് പിക്ചറുകളൊന്നും നോക്കിയേ. ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദ റോഡാണ് അല്ലേ, ഒരാൾ മാത്രമേ ഉള്ളൂ. അതേസമയം സെക്കൻഡ് പിക്ചറിൽ നമ്മൾ കുറേ കുട്ടികളെ കാണുന്നുണ്ട്. അവിടെ നൗണും എന്താണ്? പ്ലൂരലാണ്. ദ ചിൽഡ്രൻ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈസ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ആറാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഓരോന്നും കംപ്ലീറ്റ് ആയിട്ട് സെൻറ്റൻസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ എന്താണ് ചെയ്യുന്നത്? ഒരാൾ ആ വാൾ പെയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതുക? ഈസാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്? ഒരു കുട്ടി ഒരു ചെടി നടുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ദ ഗേൾ ഈസ് പ്ലാന്റിങ് എ ട്രീ, അല്ലെങ്കിൽ സാപ്ലിംഗ്. ട്രീന്നോ സാപ്ലിങ്സ്ന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ. അടുത്ത പിക്ചർ എന്താ? അടുത്ത പിക്ചറിൽ ആ കുട്ടി എന്താ ചെയ്യുന്നത്? വേസ്റ്റ് ഡംപ് ചെയ്യാണ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം? The boy is dumping waste in the waste bin. അല്ലേ, വേസ്റ്റ് ബിന്നിലേക്ക് തന്നെയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? ആ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ the boy is dumping waste in the dustbin. ഇനി അടുത്തത് എന്താ? the girls are playing football. അവിടെ ആറാണ് അല്ലേ, ഒന്നിലധികം കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ the girls are playing football. ഇനി നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി എന്താ? ആക്ടിവിറ്റി 4. The Nature Club of Rebecca School has decided to conduct a short film festival on climate change. Prepare a script for announcement in the morning assembly. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, റബേക്കയുടെ സ്കൂൾ എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് അന്ന് രാവിലത്തെ അസംബ്ലിയിൽ പ്രിൻസിപ്പൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ അത് അനൗൺസ് ചെയ്യുന്നു അസംബ്ലിയിൽ. അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കും ആ അനൗൺസ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒരു സാലുട്ടേഷൻ വേണം അല്ലേ, ഒരു അഭിസംബോധന ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് പറയും? ഗുഡ് മോർണിംഗ് എവ്രി വൺ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ എഴുതാം. വി ആർ ത്രിൽഡ് ടു അനൗൺസ് ദാറ്റ് ദ നേച്ചർ ക്ലബ് ഓഫ് അവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ എഴുതുന്നത്. അപ്പോൾ അത് കുട്ടികൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ആക്ടിവിറ്റീസ് എഴുതുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മളോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടതെന്ന്. അത് തന്നെയാണ് നമ്മളിവിടെ
ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 സെൻറ്റൻസും കൂടി എഴുതിയിട്ട് നമുക്ക് ആ അനൗൺസ്മെൻറ്റ് അവിടെ ക്ലോസ് ചെയ്യാം. This is a wonderful opportunity for all of us to learn about the urgent issue of climate change. അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ പറഞ്ഞു നമ്മുടെ സ്കൂളിൽ ഇങ്ങനെയൊരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ആ ഒരു ഫിലിം ഫെസ്റ്റിവൽ നമ്മളെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അല്ലേ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വി ഇൻവൈറ്റ് ഓൾ സ്റ്റുഡൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദീസ്. അപ്പോൾ എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുന്നു. വി കുഡ് മേക്ക് എ പോസിറ്റീവ് ഡിഫറൻസ് ആൻഡ് ടേക്ക് ആക്ഷൻ എഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഒരു പോസിറ്റീവായിട്ട് ആ ഒരു നമ്മുടെ പ്രവൃത്തികളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ആ ഒരു മാറ്റം അല്ല നമ്മൾ പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ദുരന്തങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പ്രിൻസിപ്പൾ ആ ഒരു മോർണിംഗ് അസംബ്ലിയിൽ പറയുന്നതായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മളവിടെ എന്ത് യൂസ് ചെയ്യണം? താങ്ക് യു പറയണം അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ആക്ടിവിറ്റി എഴുതാം. അടുത്തത് എന്താ? ആക്ടിവിറ്റി 5. Pairs of words that have the same sound but different meanings are given in bracket. Choose the right word and complete the following sentences. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമ്മൾ പ്രനൗൺസ് ചെയ്യുമ്പം സെയിം ആയിട്ടാണ് പറയുക, പക്ഷെ അതിൻ്റെ സ്പെല്ലിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് മീനിങ് വരുന്ന വേർഡ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് എഴുതുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ എന്താ? ദിസ് ഡാഷ് വി ഡിഡ് നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് റെയിൻ അല്ലേ? അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ആവശ്യമുള്ള മഴ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഇയറാണ് നമ്മൾ എഴുതേണ്ടത്? ഫസ്റ്റ് വൺ അല്ലേ? YEAR ഇയർ ആണ് എഴുതേണ്ടത്. പിന്നെ സെക്കൻഡ് വൺ എന്താ? ദ ബോയ് സോ എ സ്മോൾ ഡാഷ് ഓൺ ദ ട്രീ ട്രങ്ക് അല്ലേ? ദ ബോയ് സോ എ സ്മോൾ ഡാഷ്, ആ ഒരു മരത്തിൽ ചെറിയൊരു ഹോള് കണ്ടു, ഒരു ദ്വാരം കണ്ടു എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് HOLE ഹോളാണ്. ഓക്കെ. തേർഡ് വൺ വി നീഡ് ഡാഷ് ടു ബ്രീത്ത് ഇൻ. അപ്പം നമുക്ക് ഇവിടെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? എയർ ആണ് അല്ലേ? AIR എയർ ആണ്. സെക്കൻഡ് വൺ അല്ല. അതിന് ഫോർത്ത് എന്താ? ദ കൺട്രി ഈസ് എൻ്ററിങ് എ ന്യൂ ഡാഷ് ഇൻ ഡെവലപ്മെൻറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ വേണ്ടത്? നമ്മളെ മുഖന്ന് വരുന്ന ഫേസ് ആണോ? അല്ല, PHASE ഫേസ് ആണ് നമുക്കിവിടെ വേണ്ടത്. നെക്സ്റ്റ്, ദ എൽഡേഴ്സ് ഡിസൈഡഡ് ടു ഡാഷ് എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ. അപ്പോൾ ഇവിടെ ഏത് റൈറ്റാണ് നമുക്ക് വേണ്ടത്? WRITE റൈറ്റ് ആണ് വേണ്ടത്. ദ ക്ലാസ് റൂം ഈസ് ഡാഷ് നൗ അല്ലേ? ക്ലാസ് റൂം ഇപ്പോൾ വളരെ ശാന്തമാണ്. അപ്പോൾ ഇതിൽ ഏത് ക്വയറ്റാണ് നമുക്ക് വേണ്ടത്? QUIET ക്വയറ്റാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. ആക്ടിവിറ്റി 6 എന്താണ്? Here Rebecca's routine. Read it and write down the sum of your routine activities. ഇപ്പോൾ ഇവിടെ റബേക്ക ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ റുട്ടീൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ റബേക്ക ഗെറ്റ്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഷീ ബ്രഷസ് ഹെർ ടീത്ത്. ഷീ ലേൺസ് ഹെർ ലെസൺ റെഗുലർലി. ഷീ ഹെൽപ്സ് ഹെർ മദർ ഇൻ കുക്കിംഗ്. ഷീ ഗോസ് ടു ദ ഫാം ആൻഡ് ഫീഡ്സ് ദ ആനിമൽസ്. അപ്പോൾ ഇവിടെ നമുക്കും എന്തൊക്കെ പറയാം? I get up early in the morning അല്ലേ? പിന്നെയോ ബ്രഷ് ചെയ്യും അല്ലേ? I brush my teeth. I learn my lesson regularly. പിന്നെ എന്ത് പറയാൻ പറ്റും? I help my mother in cooking. സഹായിക്കുന്നവർക്ക് അത് പറയാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് റബേക്ക ഇത് ഫാമിലും ആനിമൽസിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നതാണ് പറയുന്നത്. നിങ്ങളത് കഴിഞ്ഞ് എന്താ ചെയ്യുക? I go to the garden and പിന്നെ എന്ത് ചെയ്യും? ലുക്ക് ആഫ്റ്റർ ദ പ്ലാന്റ്സ് അല്ലേ? ഗാർഡനിൽ പോയി അവിടെയുള്ള പ്ലാന്റ്സിനെയൊക്കെ സംരക്ഷിക്കുന്നൊക്കെ നമുക്ക് പറയാം. അപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളതുപോലെ എഴുതുക. ഓക്കെ. ഇനി ആക്ടിവിറ്റി 7 എന്താ? Shall we form 2 groups and play a word game? Your teacher will give necessary instruction. Act accordingly. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണുന്നുണ്ട്? She is playing. അപ്പോൾ
അതിൻ്റെ ഇപ്പുറത്തെ ആൾക്കാർ പിടിച്ച കാർഡ് ഏതൊക്കെയാ? ഈസ് ഷീ പ്ലേയിങ്. അപ്പോൾ ഇതെന്ത് സംഭവം എന്താണെന്ന് മനസ്സിലായോ മക്കളെ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്സിലറി, നമ്മളൊരു കാര്യം എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ ഷീ ഈസ് പ്ലേയിങ്, അവർ കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവർ കളിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഓക്സിലറി, ഈസ് എന്ന് പറയുന്ന ഓക്സിലറീനെ ആദ്യം എടുക്കുക. അപ്പോൾ ഈസ് ഷീ പ്ലേയിങ്, അവർ കളിക്കുകയാണോ എന്നുള്ള ക്വസ്റ്റ്യനായി മാറും അല്ലേ? അപ്പോൾ അത് പ്രകാരം നമ്മൾ ഈ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയൊക്കെ ക്വസ്റ്റ്യനാക്കി മാറ്റുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്, ദേ ആർ വറീഡ്. ആർ ദേ വറീഡ് അല്ലേ? ഓക്സിലറീനെ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുക. ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. അപ്പോൾ ഇവിടെ ഓക്സിലറി ഏതാ? ഈസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? ഈസ് ദ വേൾഡ് ഗെറ്റിംഗ് ഹോട്ടർ. ഇനി അടുത്തത് എന്താ? ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. നമുക്ക് മനസ്സിലായി അല്ലേ? ഇതിൽ ഓക്സിലറി എന്ന് പറയുന്നത് ഈസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? ഈസ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. അടുത്തത് എന്താണ്? അടുത്തത് റെബേക്ക ഈസ് ഹാപ്പി അല്ലേ? ഇവിടെയും ഈസ് ആണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? ഓക്സിലറി ഉള്ളത്. അതുകൊണ്ട് എങ്ങനെ എഴുതാം നമുക്ക്? ഈസ് റെബേക്ക ഹാപ്പി. ഇനി ഇതൊക്കെ എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ്, ദേ ഹാവ് പ്ലാന്റഡ് സാപ്ലിങ്സ്. ഇവിടെ ഓക്സിലറി ഏതാ? ഹാവ് ആണ് അല്ലേ? അപ്പം മക്കളെ ഓക്സിലറി എന്ന് പറയുന്നത് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ഇതൊക്കെയാണ് നമ്മൾ ഓക്സിലറി എന്ന് പറയുന്നത് കേട്ടോ. അതിന് മോഡൽ ഓക്സിലറീസ് ഒക്കെ വേറെയുണ്ട്. അത് നിങ്ങൾക്ക് വീണ്ടും മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിക്കും. ഇപ്പം ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഓക്സിലറീസ് മനസ്സിലാക്കുക. അപ്പോൾ ദേ ഹാവ് പ്ലാന്റഡ് സാപ്ലിങ്സ്, അവിടെ ഹാവ് ആണ് എന്ത്? ഓക്സിലറി. അപ്പോൾ അതിന് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇടുക. അപ്പോൾ ഹാവ് ദേ പ്ലാന്റഡ് സാപ്ലിങ്സ്. and next Rebecca has written a letter to the president. അപ്പോൾ ഇവിടെ ഏതാ ഓക്സിലറി? ഹാസ് ആണല്ലേ? അപ്പോൾ ഹാസിനെ ഫസ്റ്റ് എടുത്തിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? ഹാസ് റബേക്ക റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡന്റ്. അപ്പോൾ ഈ രീതിയിലാണ് ആ ആക്ടിവിറ്റി ചെയ്യുക. ഇനി അടുത്തത് ആക്ടിവിറ്റി 8. Read the following newspaper report about a girl who set out on a mission to save planet. അപ്പോൾ ഇവിടെ സേവ് പ്ലാനറ്റ് എന്നുള്ള ആ ഒരു മിഷൻ എന്നൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു കുട്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം എന്തുണ്ട്? ഒരു ഹെഡിങ് ഉണ്ട് അല്ലേ? ഗ്രറ്റാസ് ഗ്രേറ്റ് മിഷൻ ടു സേവ് പ്ലാനറ്റ്. അപ്പോൾ ഗ്രറ്റ എന്ന് പറയുന്ന കുട്ടിയുടെ മഹത്തായ മിഷൻ, ദൗത്യം എന്ന് പറയുന്നത് പ്ലാനറ്റ്, നമ്മുടെ എർത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? സ്റ്റോക്ക്ഹോം, എവിടെയാണ് ആ സംഭവം നടക്കുന്നത് ആ ഒരു പ്രദേശത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് യങ് ഗേൾ വൺ ദ ഹാർട്ട്സ് ഓഫ് മില്യൺസ് ആസ് ഷീ ഹെൽഡ് എ പ്ലക്കാർഡ് ആൻഡ് സാറ്റ് ഔട്ട്സൈഡ് ദ സ്വീഡിഷ് പാർലമെൻറ്റ് ഹിയർ ഓൺ മൺഡേ. അപ്പോൾ ഈ കുട്ടി ചെയ്തത് എന്താ? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ അംഗവൈകല്യം സംഭവിച്ച കുട്ടി അല്ലേ? അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? കോടിക്കണക്കിന് ആൾക്കാരുടെ ഹൃദയം കവർന്ന്, എങ്ങനെ? ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് സ്വീഡിഷ് പാർലമെൻറ്റിൻ്റെ ആ മുമ്പിൽ അവിടെ ഒരു പ്ലക്കാർഡും പിടിച്ചിരുന്നു. ഗ്രറ്റ തൻബർഗ് വാസ് പ്രൊമോട്ടിങ് ദ കോസ് ഓഫ് സേവിങ് ദ പ്ലാനറ്റ് ഫ്രം ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അതായിരുന്നു അവളുടെ ആവശ്യം അല്ലേ? അവൾ പിടിച്ചിരിക്കുന്ന പ്ലക്കാർഡ് എന്ന് പറയുന്നത് സേവിങ് ദ പ്ലാനറ്റ് ഫ്രം ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ പ്ലാനറ്റിന് എന്ത് ചെയ്യണം? ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും സംരക്ഷിക്കണം. ഡയഗ്നോസ്ഡ് വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അറ്റ് എ ടെൻഡർ ഏജ്. അവളുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഓട്ടിസം എന്ന് പറയുന്ന ആ ഒരു അസുഖം അത് അവൾക്ക് ഉണ്ടായിരുന്നു. ചെറിയ പ്രായം മുതൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഷി വാസ് അൺഡെറ്റേർഡ്, took up the campaign and sat alone to promote the cause. അപ്പോൾ അവൾ ഒറ്റക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ നമ്മുടെ പ്ലാനറ്റിനെ സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു പ്ലക്കാർഡും പിടിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഗ്രറ്റ പ്രൂവ്ഡ് ഹൗ ഷീ കുഡ് മേക്ക് എ ബിഗ് ഡിഫറൻസ് ടു ദിസ് ക്യാമ്പയിൻ. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിൽ എങ്ങനെയാണ് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൂവ് ചെയ്തിട്ടുണ്ട്. നോട്ടഡ് ലോക്കൽ ടെലിവിഷൻ ചാനൽ ദാറ്റ് ബീം ദ ഇവൻ ലൈവ്. അപ്പം ടെലിവിഷൻ ചാനൽസൊക്കെ അതെന്ത് ചെയ്തിട്ടുണ്ട്? ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, അതായത് ആ സംഭവിച്ച ഇവൻറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാക്കിയിട്ട്
കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി ഒരു കാര്യം കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേർബൊക്കെ പാസ്റ്റിൽ അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. പിന്നെ എന്ത് വേണം, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പം ആദ്യം ഒരു ഹെഡിങ് വേണം. പിന്നെ ഏത് സ്ഥലത്താണോ സംഭവം നടക്കുന്നത് ആ പ്ലേസും എഴുതണം അല്ലേ. അപ്പം ഇനി നമ്മുടെ ആക്ടിവിറ്റി എന്താ? The Eco Club in your school planted saplings on the school premises and distributed saplings to the students on World Environment Day. A rally was also held to make the people aware of the need to conserve water. The program was inaugurated by the ward member. Prepare a news report. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? The Eco Club in your school planted saplings on the school premises and distributed sapling to the students on World Environment Day. അപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയിൽ നിങ്ങളുടെ സ്കൂൾ എന്ത് ചെയ്തു? സ്കൂളിൽ കുറേ ചെറിയ ചെടികളൊക്കെ നട്ടു. കൂടാതെ എന്ത് ചെയ്തു? കുട്ടികൾക്കൊക്കെ ചെടികളൊക്കെ അല്ലേ, ചെറിയ തൈകളൊക്കെ വിതരണം ചെയ്തു. പിന്നെയോ റാലി വാസ് ഓൾസോ ഹെൽപ്പ് ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ നീഡ് ടു കൺസേർവ് വാട്ടർ അല്ലേ, ജലസംരക്ഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റാലിയും എന്ത് ചെയ്ത് നിങ്ങളുടെ സ്കൂളിൽ നടത്തി. ദ പ്രോഗ്രാം വാസ് ഇനോഗ്രേറ്റഡ് ബൈ ദ വാർഡ് മെമ്പർ. വാർഡ് മെമ്പറാണ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഹെഡിങ് എന്താ? എക്കോ ക്ലബ് സെലിബ്രേറ്റ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹെഡിങ് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ പ്ലേസ് അല്ലേ, അപ്പോൾ അവിടെ ഒരു പ്ലേസും നമുക്ക് ഒരു ഡേറ്റും കൂടെ അങ്ങ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെന്താ പ്ലേസ് നമ്മളെന്താ കൊടുക്കുക? പ്ലേസ് നമുക്ക് എവിടെയാണോ നിങ്ങളുടെ ജില്ല, ആ ജില്ല വെച്ചിട്ട് കൊടുക്കാം. ഞാൻ കണ്ണൂരായതുകൊണ്ട് തന്നെ ഞാനിവിടെ കണ്ണൂരാണ് കൊടുക്കുന്നത്. കണ്ണൂർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഡേറ്റ് നിങ്ങളങ്ങ് എഴുതുക. അപ്പം നമുക്കറിയാം ഡേറ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ നമ്മളെന്താണ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏത് രീതിയിൽ കൊടുക്കാം? വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറയുന്നത് എപ്പോഴാണ്? ജൂൺ 5-നാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ജൂൺ 6-ന് വരുന്ന ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോലെ നമുക്ക് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ 6th June 2024 ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡേറ്റും കൊടുത്തു. The Eco Club of Government High School, Kannur celebrated World Environment Day with many activities to protect our environment. The program was inaugurated by the ward member and he spoke about the importance of taking care of our environment. The main event was planting saplings on the school premises. Distributed sapling to all students. A rally was also held. Students, teachers and volunteers walked around with signs to aware people of the need to conserve water. Some students got awards for the project about saving the environment. ഇത് നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിരുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ കൊടുത്തത് തന്നെയാണ്, നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്ത ഹിൻഡ് തന്നെയാണ്. The day was a big success and everyone learned how important it is to look after our environment. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് കൊടുക്കാം. അതിന് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താ? Given below is a placard related to global warming. Prepare another one about forest conservation. അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പ്ലക്കാർഡ് കൊടുത്തിട്ടുണ്ട് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുക? ഫോറസ്റ്റ് പ്രിപ്പയർ അനദർ വൺ അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷനെ കുറിച്ചുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലത്തെ കൂടുതൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഫോറസ്റ്റ് കൺസർവേഷന് നമുക്കിവിടെ എന്ത് എഴുതി കൊടുക്കാം? നമുക്ക് സേവ് ഫോറസ്റ്റ്, പിന്നെയോ സേവ് ദ ക്ലൈമറ്റ്, ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ സേവ് ഫോറസ്റ്റ്, സേവ് ദ ലൈഫ്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ. ഇനി വാട്ടർ കൺസർവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? സേവ് വാട്ടർ, സേവ് ലൈഫ് കൊടുക്കാം. അല്ലെങ്കിൽ സേവ് വാട്ടർ, ഡോണ്ട് വേസ്റ്റ് വാട്ടർ, അല്ലെങ്കിൽ സേവ് വാട്ടർ, ടേൺ ഓഫ് ദ ടാപ്പ്. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പ്ലക്കാർഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിലെ ലാസ്റ്റ് ആക്ടിവിറ്റി 10. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. Rebecca had a beautiful garden. There was an apple tree in the garden. Complete the following passage using a, an or the. അപ്പോൾ എയും ആനും ദായും വെച്ചിട്ട് നമ്മളിവിടെ താഴത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ട്രീയിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അറിയണം അല്ലേ, എ നമ്മൾ യൂസ് ചെയ്യുക എവിടെയാണ്? എ നമ്മൾ യൂസ് ചെയ്യുക നമ്മുടെ എന്താ പറയുക, കോൺസണൻറ്റ് സൗണ്ടിന് മുമ്പിലാണ് നമ്മൾ എ യൂസ് ചെയ്യുക. അപ്പോൾ കോൺസണൻറ്റ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനു മുമ്പ് വവ്വൽ സൗണ്ട് മനസ്സിലാക്കുക. എ ഇ ഐ ഒ യു എന്ന് പറയുന്ന ലെറ്റേഴ്സാണ് വവ്വൽ സൗണ്ട്. അപ്പോൾ ഇതല്ലാത്ത ബാക്കിയെല്ലാം കോൺസണൻറ്റ് സൗണ്ടാണ്. അതേപോലെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലറായ ഒരു സംഭവം ഒരു കാര്യത്തെ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ദ യൂസ് ചെയ്യുക. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ നമ്മളിപ്പം സണ്ണ്, മൂണ്, അതേപോലെ പ്രാപഞ്ചികമായ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതും നമ്മൾ ദായാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? ഐ ആം ഡാഷ് ആപ്പിൾ ട്രീ ഇൻ റബേക്കാസ് ഗാർഡൻ. അപ്പോൾ അവിടെ എന്താ വരിക? ആപ്പിൾ എന്ന് പറയുമ്പം ഫസ്റ്റ് വരുന്ന എ സൗണ്ടാണ്, അതുകൊണ്ട് തന്നെ അവിടെ അത് വവ്വലാണ്. അപ്പോൾ ആൻ ആണ് വരിക അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ആൻ എഴുതാം. ഹാവ് യു ഗോട്ട് ഇനഫ് റെയിൻ ദിസ് ഇയർ? ഐ തിങ്ക് ഡാഷ് ആൻസർ ഈസ് നോ. ആ ഒരു പെർട്ടിക്കുലറായിട്ട് പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഐ തിങ്ക് ദ ആൻസർ ഈസ് നോ. വാട്ട് മേ ബി ഡാഷ് റീസൺ. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ? അപ്പോൾ വാട്ട് മേ ബി ദ റീസൺ. പീപ്പിൾ ആർ കട്ടിങ് us down. We help in bringing rain. We give you fruits, flowers and fresh air. So don't cut us down. I can stand like dash umbrella. അപ്പോൾ അവിടെയും വവ്വൽ സൗണ്ടാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ആന് കൊടുത്തു. To protect you from dash hot sun അല്ലേ, from the hot sun. If you plant more saplings, I shall give you lots of apples. When we plant that sapling, we are planting hope. അപ്പോൾ when we plant sapling എന്ന് പറയുമ്പം അത് കോൺസണൻറ്റ് സൗണ്ടാണ് അല്ലേ. സ് എന്ന് പറയുന്ന കോൺസണൻറ്റ് സൗണ്ടാണ്, അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കൊടുത്താൽ മതി? എ കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് ഈ വർക്ക് ഉള്ളത്. അപ്പോൾ ഇതോടെ ഈ പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇതുപോലുള്ള ക്ലാസ്സിലെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.